ഇന്നലത്തെ പത്രത്തിൽ തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർക്ക് ഓൺലൈൻ തട്ടിപ്പിലൂടെ 3,42,00,000 രൂപ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അതേ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് 4 ദിവസം മുൻപ് മറ്റ് 4 പേർക്ക് 1,92,00,000 രൂപയോളം ഇതേ രീതിയിൽ നഷ്ടപ്പെട്ടു. ഇത്തരത്തിലുള്ള വളരെയധികം തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ നമ്മൾ പോയി പെടുന്നു? ഇത്തരം ഒരു വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം, ഇത്ര കോമൺ സെൻസ് ഇല്ലാതെ പൈസ കൊണ്ടേ കളയോ എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വ്യക്തി, അയാൾ പറയുന്നു നിങ്ങൾ അയാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിലെ ട്രേഡിംഗ് വഴി 5 ഇരട്ടി ലാഭം ഉണ്ടാക്കി നിങ്ങൾക്ക് തരും. നിങ്ങളത് വിശ്വസിച്ച് പൈസ കൊടുക്കുമോ? എനിക്കറിയാം നിങ്ങൾ പറയാൻ പോകുന്ന ഉത്തരം ഇല്ല എന്നാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ പലരും പെടുന്നു? ഇത് വെറും ഒരു വാട്സാപ്പ് മെസ്സേജ് വന്ന് അത് വിശ്വസിച്ച് നമ്മൾ അയച്ചു കൊടുത്ത് പറ്റിക്കപ്പെടുന്ന തരം ഒരു തട്ടിപ്പല്ല. ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന് അറിയാത്തവരല്ല നമ്മൾ ആരും. എന്നാൽ ഇത്തരം ഒരു ചിന്തയുള്ള ഒരു വ്യക്തിയെ പോലും ബ്രെയിൻ വാഷ് ചെയ്ത് ഇത് തട്ടിപ്പല്ല എന്ന് വിശ്വസിപ്പിച്ചാണ് ഈ ഫണ്ട് എടുത്തുകൊണ്ട് പോകുന്നത്. എങ്ങനെയാണ് ഒരാളെ ഇത്ര സിസ്റ്റമാറ്റിക്കായി കൺവിൻസ് ചെയ്ത് പറ്റിക്കുന്നത്? ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ആ ന്യൂസ് വായിച്ചാൽ അറിയാം, ഡോക്ടർക്ക് വാട്സാപ്പിൽ ആദ്യത്തെ മെസ്സേജ് വന്നത് ഫെബ്രുവരിയിലാണ്. പണം നഷ്ടമാവുന്നത് മെയ്യിലും. 1.5-2 മാസത്തോളം സമയം അവർ വെയിറ്റ് ചെയ്യുകയാണ് ഒരാളെ കൺവിൻസ് ചെയ്ത് അതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് പെടുത്താൻ. ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഞാനും ഇത്തരം ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കൺവിൻസിങ് മെത്തേഡുകൾ നടന്നിരുന്നു. ഇന്നലെ ഈ ന്യൂസ് കണ്ടതോടുകൂടി എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. ഇന്നലെ ഞാൻ ഇവരോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് താല്പര്യമുണ്ട് ഈ 5 ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ, എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ എന്നോട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വന്നു. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തയിൽ വന്ന ആ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിൽ തന്നെ പല സൂചനകളുണ്ട്. ഫെബ്രുവരി 19 ആദ്യമായിട്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരുന്നത്. ഒരു ബാങ്കിൻ്റെ ഷെയർ ട്രേഡിങ്ങിൻ്റെ റിസർച്ച് ടീമാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ്. അതിനുശേഷം ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ജോയിൻ ചെയ്തു. അതിലെ മെമ്പേഴ്സിന് അവരുടെ ഒരു ഗൈഡൻസ് പ്രകാരം ട്രേഡ് ചെയ്തപ്പോൾ 4 ഇരട്ടിയോളം ലാഭം കിട്ടിയതായിട്ടുള്ള മെസ്സേജുകൾ, അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇവയെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ ഡോക്ടറോട് ഒരു ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞത്. എന്തിനു വേണ്ടി? ഈ ഷെയർ ട്രേഡിങ് ചെയ്യാൻ വേണ്ടി. ഇത് ഫോളോ ചെയ്ത് ഡോക്ടർ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അതിലേക്ക് 1,500 രൂപ ട്രാൻസ്ഫർ ചെയ്തു. ഈ 1,500 രൂപ അതിൽ ക്രെഡിറ്റായി. അടുത്ത ദിവസം നോക്കിയപ്പോൾ ട്രേഡിങ്ങിൻ്റെ ലാഭം കൊണ്ട് ഇത് 7,500 രൂപയായി മാറി. ഈ ഒരു കാര്യത്തിൽ ഡോക്ടർക്ക് ഒരു വിശ്വാസം വന്നു. വീണ്ടും അവർ മെസ്സേജുകൾ അയച്ചു. അവർ അയച്ചു തന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡോക്ടർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഈ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത വലിയ എമൗണ്ട് പോലും ലാഭം കാരണം ഇരട്ടിയായതായും 4-5 ഇരട്ടിയായതായൊക്കെ ഈ ആപ്പിൽ കാണിച്ചു. അത് വിഡ്രോ ചെയ്യാൻ നോക്കിയപ്പോൾ ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി പറഞ്ഞതുപോലെ അത് വിഡ്രോ ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമില്ല, പോയി. അത് വിഡ്രോ ചെയ്യണമെങ്കിൽ ഈ ലാഭത്തിനുള്ള ടാക്സ് കൂടി നിങ്ങൾ അടക്കണം എന്ന് പറഞ്ഞ് വീണ്ടും മെസ്സേജ് വന്നു. അതോടുകൂടിയാണ് ഡോക്ടർക്ക് മനസ്സിലായത് ഇത് തട്ടിപ്പാണ്. അങ്ങനെ പോലീസിലേക്ക് കംപ്ലൈൻറ്റ് പോയി. ഈ ഷെയർ മാർക്കറ്റിൻ്റെ അനാലിസിസും മറ്റുമായി വീഡിയോകൾ ചെയ്യുന്ന ചില വ്യക്തികളുടെ ഫോട്ടോ വെച്ച് കുറച്ച് ആഡുകൾ എൻ്റെ ഫേസ്ബുക്ക് ഫീഡുകളായി വന്നുകൊണ്ടിരുന്നു. ആ പോസ്റ്ററുകളിലെ കണ്ടന്റ് ഇതാണ്: അത്തരം വ്യക്തികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ ഒരു പോയിന്റിൽ ഒരു വ്യക്തിയുടെ കോമൺ സെൻസ് എന്താണ്? ഓക്കെ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ. ജോയിൻ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ടിപ്സുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. ഈ സ്റ്റെപ്പ് 1 തട്ടിപ്പുകാർ വിജയിച്ചു. ഈ പോസ്റ്ററുകളും ആഡും വഴി നമ്മളെ ഇതിലേക്ക് ആകർഷിച്ചു. അവരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. ഈ രണ്ടാമത്തെ സ്റ്റേജ് നമ്മുടെ വിശ്വാസം ആർജിക്കുന്നു.
നമുക്ക് ടിപ്സ് തരുന്നു. ഏത് വ്യക്തിയുടെ ഫോട്ടോ കണ്ടിട്ടാണോ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്, ആ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ആ വ്യക്തി ഈ ഗ്രൂപ്പിന്റെ ഒരു ഭാഗവുമല്ല. ഇനി ആ വ്യക്തി ഈ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് ഈ ഗ്രൂപ്പിലുള്ളവർ പറയുകയില്ല. പകരം ഈ ഗ്രൂപ്പിൽ ലീഡ് ചെയ്യുന്നത് വളരെയധികം ഫണ്ടുകൾ മാനേജ് ചെയ്തിട്ടുള്ള, വളരെയധികം നോളജബിൾ ആയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹം ഇത്തരം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് എന്ന ഒരു ഇംപ്രഷനാണ് നൽകുക. ഇത്തരം ഈ ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു മെയിൻ വ്യക്തി, അതുപോലെ അദ്ദേഹത്തിനൊരു അസിസ്റ്റന്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ഈ അസിസ്റ്റന്റ് ആണെന്നും ഇതിലേക്കുള്ള ഗൈഡൻസ് തരാൻ വേണ്ടി വല്ലപ്പോഴും ഈ മെയിൻ മെമ്പർ വരും എന്നുള്ളൊരു ഇംപ്രഷൻ ആദ്യമേ നൽകും. ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്താണ്, അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെ 2 പേരായിട്ട് ഇത് മാനേജ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഗൈഡൻസ് തരുന്ന ആള് തന്നെയാണ് ഈ മൊത്തം കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇങ്ങനൊരു വാട്സാപ്പ് ഗ്രൂപ്പിലെ കാര്യങ്ങളും നോക്കിയിരിക്കുന്ന, ക്ലറിക്കലായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണോ ഇത്ര വാല്യുബിൾ ആയിട്ടുള്ള റിസർച്ച് നടത്തി നമുക്ക് ഒരു ഗൈഡൻസ് തരുന്നത്? അത്തരം ഒരു ചിന്ത നമ്മളിൽ വരാതെ അദ്ദേഹം വളരെ വിലപ്പെട്ട ഗൈഡൻസ് തരുന്ന ഒരു മഹത് വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ കുറച്ച് സമയം ഗൈഡൻസ് തരാൻ വേണ്ടി ഡെയിലി വരും, ഒരു 5 മിനിറ്റോളം എന്നുള്ള രീതിയിലും ബാക്കി കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ റിസർച്ച് ടീമിലെ ഒരു അസിസ്റ്റന്റ് ആണ് ബാക്കി കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇംപ്രഷനാണ് തരുന്നത്. ഈ ഓരോ സ്റ്റേജിലും നമ്മളോട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമ്മളെ ഇതിലേക്ക് വിശ്വസിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇനി ഗ്രൂപ്പിൽ ഡെയിലി നിരന്തരം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും പലരിൽ നിന്നായി. ഈ മെസ്സേജുകളിൽ മജോറിറ്റിയും ഒന്നുകിൽ നമ്മളെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ലാഭം കിട്ടി എന്നുള്ളൊരു കാര്യം പറയുന്നു, ഇന്നലത്തെ ഈ സജഷൻ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള പലരുടെയും നമ്പറുകളിൽ നിന്നുള്ള മെസ്സേജുകളാണ് ഇതിൽ. ഈ വാട്സാപ്പ് ഗ്രൂപ്പിലെ ആക്ടിവിറ്റികളിലൂടെയാണ് നമ്മളെ ഇവർ കൺവിൻസ് ചെയ്യുന്നത്. നമ്മൾ പത്രവാർത്തയിൽ വായിച്ച ഡോക്ടറുടെ കേസിൽ ഫെബ്രുവരി മുതൽ മെയ് വരെ ഇത്തരം ഒരു കൺവിൻസിങ് പീരീഡാണ്. അതിന് ശേഷമേ അവർ പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനോ പറയുകയുള്ളൂ. ഇനി അവർ പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും സംശയങ്ങൾ വരാം. അത്തരം ഒരു സംശയം ഉദിച്ചതിന് ശേഷം അവർ എന്തൊക്കെ അത് ന്യായീകരിച്ചു കഴിഞ്ഞാലും നമ്മൾ കൺവിൻസിങ് ആകണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മളോട് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നതിന് മുൻപായി തന്നെ, അതായത് നമ്മൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള കാലഘട്ടത്തിൽ പല വിധേന ഇതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് വരുത്തി തീർക്കും. അതായത് ഇത് അവർ പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതും ഒരു നോർമലായിട്ടുള്ള ഒരു സാധാരണ ആൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിൽ നമ്മളെ ഈ കാലഘട്ടത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇത് ഡയറക്റ്റായല്ല പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ ജോയിൻ ചെയ്ത വാട്സാപ്പ് ഗ്രൂപ്പിലെ ഒരു മെത്തേഡ് നോക്കാം. എനിക്ക് ഇന്ന് ഇത്ര രൂപയോളം ലാഭം കിട്ടി, ഞാൻ ഇതിലൊരു പങ്ക് എനിക്ക് ഗൈഡ് ചെയ്ത സാറിന് ഞാൻ തരും എന്നുള്ള രീതിയിൽ വരെ വളരെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിലുള്ള മെസ്സേജുകൾ, ഇതെല്ലാം ഒരാൾ അയച്ചതാണ് എന്ന് തോന്നാത്ത വിധത്തിൽ പല മെസ്സേജുകൾ വരും. ഇതോടൊപ്പം ഈ ഗ്രൂപ്പിലെ അസിസ്റ്റന്റ് ഇടയ്ക്ക് മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരിക്കും. ഈ ഗ്രൂപ്പിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ ഗ്രൂപ്പിന്റെ ഈ ഹെഡായിട്ടുള്ള വ്യക്തിയുടെ കീഴിൽ ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് സെബിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലൈസൻസ് ഉണ്ട്. അതിനുവേണ്ടി ഇത്ര രൂപയോളം ഇവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സാധാരണ വ്യക്തി ഒരു ബ്രോക്കറുടെ കീഴിൽ നിന്ന് ഒരു ട്രേഡ് നടത്തുന്നതിനേക്കാൾ സ്പീഡിൽ ഇവർക്ക് ഈ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു ടൈമിംഗ് അഡ്വാൻറ്റേജ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടും. ഇത് തെളിയിക്കാനായി ഇടയ്ക്ക് മറ്റൊരു എക്സാമ്പിൾ തരും.
അതായത് ഇതിൽ വരുന്ന ഒരു ഗൈഡൻസ് ഈ ഒരു ദിവസം അപ്പർ ക്യാപ്പ് അടിച്ച് ക്ലോസ് ചെയ്യുന്ന ഒരു ഷെയർ, അതായത് ഒരു ദിവസത്തിൽ മാക്സിമം ഉയരാൻ പറ്റുന്ന എമൗണ്ടിലേക്ക് എത്തിയ ഷെയർ ഇന്ന് വാങ്ങിച്ചാൽ അത് നാളെ രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും കയറും, വീണ്ടും എമൗണ്ട് കൂടും. അതായത് ഇന്ന് 100 രൂപ ഉള്ളൊരു ഷെയർ ഇന്ന് മാക്സിമം 10% ഉയരാൻ സാധിക്കുന്നതെങ്കിൽ 110 രൂപയ്ക്കായിരിക്കും ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ 110 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ അടുത്ത ദിവസം എങ്ങനെയായാലും ഇത് 110 രൂപയ്ക്ക് മുകളിലായിരിക്കും ഇതിന്റെ വില. അപ്പോൾ അവിടെ നിന്നൊരു ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഗ്രൂപ്പിലുള്ള പലർക്കും ഉണ്ടാകുന്ന സംശയം, ഒരു ഷെയർ അപ്പർ ക്യാപ്പ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണത് വാങ്ങിക്കുക? കാരണം അത് വിൽക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ അത് അപ്പർ ക്യാപ്പ് അടിച്ച ഹയസ്റ്റ് പ്രൈസിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു കമന്റ് വരുമ്പോൾ, അതായത് ഇതെങ്ങനെ സാധിക്കുമെന്നുള്ളൊരു കമന്റ് വരുമ്പോൾ അതിനുള്ള ഉത്തരവും ഈ ഗ്രൂപ്പിൽ വരും. ഈ റിസർച്ച് ടീം ഒരു ഡയറക്റ്റായിട്ട് സെബിയിലേക്ക് ലൈസൻസ്ഡ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതിനാൽ ബ്രോക്കർ വഴി അല്ലാതെ നേരെ ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ അപ്പർ ക്യാപ്പ് അടിച്ച് നിൽക്കുന്ന ഒരു ഷെയർ പോലും ആദ്യത്തെ ഓർഡറുകൾ അവർക്ക് പ്ലേസ് ചെയ്ത് അത് വിൽക്കാൻ ആരെങ്കിലും എത്തിയാൽ അത് ഉടനെ വാങ്ങാൻ അവർക്ക് സാധിക്കും. അടുത്ത ദിവസം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഹയർ പ്രൈസിലായതിനാൽ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. ഇത് ഒരു ഉദാഹരണം. അതുപോലെ തന്നെ ചില ഷെയറുകളുടെ ഗൈഡൻസ് വരും, അതായത് വില ഉയരാൻ സാധ്യതയുള്ള ചില ഷെയറുകൾ. അടുത്ത ദിവസം ഇത് 1% വല്ലതും ഉയരുമ്പോൾ വളരെയധികം ലാഭം കിട്ടി എന്നുള്ള രീതിയിൽ പല പല മെസ്സേജുകൾ വരും. ഈ 1% ഷെയറിന്റെ പ്രൈസ് ഉയരുന്നത് സ്വാഭാവികമാണ്. നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് ബ്രോക്കറുടെ കീഴിലാണ് രജിസ്റ്റർ ചെയ്തത് അവരുടെ ഗൈഡൻസുകൾ എടുത്ത് നോക്കിയാൽ മിക്കവാറും അവരിൽ നിന്ന് ഇതുപോലെയുള്ള ഗൈഡൻസുകൾ നിരവധി ഉണ്ടാകും. ഇത്തരം ഏതെങ്കിലും ഒരു 4-5 ഗൈഡൻസ് തരുമ്പോൾ ഈ ഷെയർ പ്രൈസുകൾ ഉയരുമ്പോൾ അത് ഇവരുടെ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് നേടിത്തന്ന ഒരു ബെനിഫിറ്റ് ആണ് എന്ന പ്രതീതി ഈ ഗ്രൂപ്പിൽ സൃഷ്ടിക്കും. ഈ ഗ്രൂപ്പിലെ മെസ്സേജിൽ അവരുടെ റിസർച്ച് എഫേർട്ടിനെ പറ്റി പറയുന്നു, അവർക്ക് കിട്ടുന്ന ഇൻസൈഡർ ഇൻഫർമേഷനെ പറ്റി പറയുന്നു. ഇങ്ങനെയുള്ള ഇൻഫോർമേഷനുകൾ വെച്ചിട്ടാണ് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും വലിയ ലാഭം ഷെയർ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നു. ഇനി ഈ ഗ്രൂപ്പിന്റെ ഒരു ഒബ്ജക്റ്റീവ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഈ ഒരു റിസർച്ച് ടീമിന്റെ കീഴിൽ ഒരു പുതിയ ഫണ്ട് വരുന്നുണ്ട്. ഒരു വിൻ വിൻ പ്ലാറ്റ്ഫോം വഴി ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പ്ലാൻ ഉണ്ട്. ഒരു 3 മാസത്തിനുള്ളിൽ 5 മടങ്ങ് ലാഭം കൊയ്യാം. അതിന്റെ പ്രാരംഭ നടപടികൾ ഇതിന്റെ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. AI യൂസ് ചെയ്തിട്ടുള്ള ക്വാണ്ടം ട്രേഡിങ്ങിലെ എക്സ്പെർട്ടായ ഒരു വിദേശി ഇവരുടെ ടീമിനോടൊപ്പം ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. അത് ലാഭസാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ ഒരു ലോഞ്ച് ആവുന്ന സമയത്ത് നിങ്ങളെ എല്ലാവരും അറിയിക്കാം. അപ്പോൾ ഈ ഒരു ലോഞ്ചിന്റെ സമയത്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ ഫണ്ടിന് വേണം. കൊടുക്കൽ വാങ്ങൽ, അതൊരു മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണിത്. അതായത് ഈ ഒരു റിസർച്ച് ടീം അവരുടെ റിസർച്ചിന്റെ ഭാഗമായി കിട്ടുന്ന ഇൻപുട്സുകൾ ഈ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്യുമ്പോൾ തിരിച്ചൊരു സഹായം എന്നുള്ള രീതിയിൽ അതും നമ്മൾക്ക് ലാഭകരമാവുന്ന വിധത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു. ഇതാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ ഒബ്ജക്റ്റീവായി ഇവർ പറയുന്നത്. ഇനി ഇതിനിടയിൽ ആരെങ്കിലും ഇത് ഫേക്കാണ് അല്ലെങ്കിൽ ഫ്രോഡാണ് അല്ലെങ്കിൽ ഇതിനെ നെഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ഇട്ടാൽ ആ മെസ്സേജ് ഉടനെ തന്നെ ഇവർ ഡിലീറ്റ് ചെയ്ത് കളയും, അവരെ ഇതിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അതിലൂടെ മറ്റ് വ്യക്തികൾ അല്ലെങ്കിൽ മറ്റ് മെമ്പർമാർ ഇങ്ങനെയുള്ളൊരു മെസ്സേജ് കാണാതെ അവർ ശ്രദ്ധിക്കുന്നു. ഷെയർ മാർക്കറ്റിങ്ങിൽ ട്രേഡ് ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ള ചില ടിപ്സുകൾ ഈ ഒരു റിസർച്ച് ടീമിന്റെ ഹെഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ എല്ലാ ദിവസവും ഒരു 4-5 വാട്സാപ്പ് മെസ്സേജുകളായി വരുന്നു. ഇങ്ങനെ എല്ലാവരുടെയും ഒരു ബെനിഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു. പലതരം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ പ്രോഫിറ്റ് നേടിത്തന്നതിന് നന്ദി പറയുന്നു. അത് സ്ഥിരമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തവണ ഈ ഒരു ഫണ്ട് ലോഞ്ച് വന്നപ്പോൾ ലാഭമുണ്ടാക്കിയതുകൊണ്ട് ഇത്തവണ ലോഞ്ച് ചെയ്യുമ്പോൾ എന്നെ എന്തായാലും കൺസിഡർ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ വരുന്നു. കഴിഞ്ഞ തവണ എനിക്ക് മിസ് ഔട്ടായി പോയതിൽ ഞാൻ ഖേദിക്കുന്നു. ഇത്തവണ എന്തായാലും ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഈ വിൻ വിൻ പ്ലാറ്റ്ഫോം വഴി ചെയ്യും എന്ന് പറയുന്നു. അതുപോലെ ദിവസേന ഈ ഒരു ഫണ്ട് ലോഞ്ചിങ്ങിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പുരോഗതികൾ ഷെയർ ചെയ്യുന്നു. ഈ ഫണ്ട് ലോഞ്ചുമായി ബന്ധപ്പെട്ട് മറ്റ് റിസർച്ച് ടീമുകളുമായി മീറ്റ് ചെയ്തെന്നും അവരുമായി ഇത് സംസാരിച്ചെന്നും അവരും ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നും എന്നൊക്കെ പറയുന്നു.
ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വാർത്ത വന്നു എന്നുള്ള രീതിയിലുള്ള സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ ഫണ്ട് ലോഞ്ച് എടുക്കുന്നു. ഇതിൽ മെസ്സേജുകൾ വരുന്നു, ഫണ്ട് ലോഞ്ച് ഇന്ന ഡേറ്റിലാണ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ അസിസ്റ്റന്റിന് പേഴ്സണൽ മെസ്സേജ് അയക്കുക, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് ഡയറക്റ്റ്ലി നമ്മളെ ഇൻറ്റിമേറ്റ് ചെയ്യും എന്ന് പറയുന്നു. ഒരു കാര്യം കൂടി അവർ എടുത്തു പറയുന്നു, നിങ്ങൾ ഇതിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇതിനൊരു ലിമിറ്റഡ് സ്ലോട്ട്സേ ഉള്ളൂ. അങ്ങനെ ഇത് നമ്മളുടെ ആവശ്യമാണ് എന്നുള്ളൊരു പ്രതീതി വരുത്താൻ വരെ ശ്രമിക്കുന്നു. അതുപോലെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന് കാണിച്ച് 5 ലക്ഷവും 20 ലക്ഷവും ഒക്കെ ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണിച്ച് ചില സ്ക്രീൻഷോട്ടുകൾ പലരും ഈ ഗ്രൂപ്പിലേക്ക് ഇടുന്നു. ഇനി താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് വരികയില്ല. അവിടെയും അതൊന്ന് ലാഗ് ചെയ്ത് ഇത് നിങ്ങളുടെ ആവശ്യമാണെന്ന് തോന്നുന്ന രീതിയിൽ, അവർക്കിതിൽ ഒരു എമർജൻസിയും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു ദിവസം വൈകിച്ച് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോണ്ടാക്റ്റ് വരുന്നു, നിങ്ങൾക്കിതിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അതായത് നിങ്ങൾ കെണിയിൽ വീണു എന്ന് കണ്ട് ഓടി വന്ന് പൈസ തരുമെന്ന് അവർ പറയുന്നില്ല. അപ്പോഴൊരു സംശയം ജനിക്കാം. അതിന് പകരം ഒരു ദിവസം നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് എനിക്കിതിൽ പങ്കെടുക്കാൻ സാധിക്കില്ലേ എന്നുള്ളൊരു പ്രതീതിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ഡേ ഷെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ കയ്യിൽ നിന്ന് ഈ ഫണ്ട് കൊണ്ടുപോകാനുള്ള പ്രൊസീജിയറിലേക്ക് അവർ കിടക്കുന്നു. നമ്മളോട് നമ്മുടെ മൊബൈലിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നു. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കാണുന്നില്ല. നമ്മൾ അവർക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, ഇത് അവൈലബിൾ അല്ല എന്ന്. അപ്പോൾ ഒരു മെസ്സേജ് വരുന്നു, ഓക്കെ എങ്കിൽ ആ ലിങ്ക് ഞാൻ അയച്ചു തരാം, അതിൽ നിന്ന് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഒരു ലിങ്ക് അയച്ചു തന്നാൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് അത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം പ്ലേ സ്റ്റോറിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതിലൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. ഈ ഒരു കാരണത്താൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് ഞാൻ ചെയ്തില്ല. എന്നോട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറഞ്ഞ മെസ്സേജിന് ശേഷം ഞാൻ തിരികെ അയച്ച മെസ്സേജ്, എനിക്ക് ഇന്ന ബ്രോക്കറുടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, എനിക്ക് അത് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാമോ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചു. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി അവർ ഒരാളോട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അയാളുടെ റെസ്പോൺസ് ഇത് പ്ലേ സ്റ്റോറിൽ കാണുന്നില്ല എന്നതാണ്. ആ മെസ്സേജാണ് ഞാൻ അയച്ചത് എന്നുള്ള രീതിയിൽ എനിക്ക് തിരിച്ച് പ്ലേ സ്റ്റോറിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് അയച്ചു തരാം എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് വരുന്നു. ഇനി വീണ്ടും ഞാൻ ചോദിക്കുന്നു, എനിക്ക് ഇന്ന ബ്രോക്കറുടെ അടുത്ത ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, അതുവഴി ട്രേഡ് ചെയ്യാൻ സാധിക്കില്ലേ? അപ്പോൾ അവർ അതിനുള്ള കാരണം പറയുന്നു, ഇല്ല, കാരണം നിങ്ങൾക്കത് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട് അല്ലല്ലോ, ഒരു ബ്രോക്കറുടെ അടുത്തുള്ള അക്കൗണ്ട് അല്ലേ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടിയുള്ള ട്രേഡിന് അത് സാധിക്കില്ല, അതിന് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെ പറ്റൂ. ഈ ഒരു കാര്യം അവർ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളം ഈ ഗ്രൂപ്പിൽ നടന്ന ചർച്ചകളാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടിൻ്റെ ഗുണങ്ങൾ, അതുമൂലമുള്ള ലാഭം, ആ അക്കൗണ്ട് വഴി ട്രേഡ് ചെയ്യണതിൻ്റെ ആവശ്യകതകൾ, ഇതെല്ലാം നേരത്തെ തന്നെ കുറച്ചായി പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ കൺവിൻസ്ഡ് ആകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇനി ആ ഒരു സമയത്ത് പോലും ചിലപ്പോൾ ചിലർ ഇൻസ്റ്റാൾ ചെയ്ത് ചെറിയൊരു എമൗണ്ട് ഇട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കും, ഇത് പോയാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ. നമ്മൾ ആ പത്രവാർത്തയിൽ വായിച്ചതുപോലെ ഡോക്ടർ ചെയ്തത് 1500 രൂപ ഇട്ട് നോക്കി, അത് അടുത്ത ദിവസം ഇവർ പറഞ്ഞതുപോലെ 7500 രൂപയായി, 5 times. അങ്ങനെ അതുകൂടി കണ്ടപ്പോൾ കഴിഞ്ഞ ഈ ഒരു ഗ്രൂപ്പിലെ ഇത്തരം കോൺവെർസേഷൻസ് എല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് ഇത് സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് പോകുന്നു. അതിനുശേഷം അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ അവർ എന്ത് റീസണിങ് ആണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ആ ഒരു സ്റ്റേജിലേക്ക് പോയില്ല. വലിയ ഫണ്ട് ആയതുകൊണ്ട് അത് ഈ ഒരു അക്കൗണ്ടിലിട്ട് ചെയ്യാൻ സാധിക്കില്ല, അതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ എന്നുള്ള രീതിയിലായിരിക്കാം. 5-10 മടങ്ങ് ലാഭം ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്നത് ഒരു റയറായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ലാഭം ഉണ്ടാക്കി തരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിൽ ഇത്ര വലിയ ലാഭം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇത്തരം ഗൈഡൻസുകൾ തരുമ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. ഇത്തരം ഒരു പ്രലോഭനം വരുമ്പോൾ ഇതൊരു ഫ്രോഡാണോ എന്ന് നമ്മൾ സംശയിക്കാൻ സാധ്യതയുള്ള കാരണങ്ങൾ ഇവർ നേരത്തെ തന്നെ മനസ്സിലാക്കുന്നു.
പടിപടിയായി എന്തൊക്കെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്ത് ഇതൊരു ഫ്രോഡല്ല എന്ന് നമ്മളുടെ മനസ്സിനെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കാൻ ഇവ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്നു. പത്രവാർത്തയിലെ ഡോക്ടറുടെ കേസിൽ ഇതേ രീതിയിലാണോ സംഭവിച്ചത് എന്നെനിക്ക് ഉറപ്പില്ല. ഞാൻ ജോയിൻ ചെയ്ത ആ ഗ്രൂപ്പിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. ഒരു പക്ഷേ സിമിലർ ആയിരിക്കാം ഡോക്ടറുടേത്. ഇത്തരം ഷോർട്ട് കട്ടിലൂടെ വളരെയധികം ലാഭമുണ്ടാക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്തരം ഫ്രോഡുകളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇത്തരം തട്ടിപ്പുകളിൽ നമുക്ക് ചെന്ന് ചാടാതിരിക്കാം.